അപ്പോൾ ഇന്നത്തെ വേർഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് പത്തായം എന്നുള്ള പദമാണ്. ഗതകാല സ്മൃതികളുടെയും പഴയ കാരണവന്മാരുടെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ അടയാളമായി നിലകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പത്തായം എന്ന് പറയുന്നത്. കാരണം പണമുള്ള വീട്ടിൽ കൂടുതൽ വയലുകളുണ്ടാവും. കൂടുതൽ വയലുകളുണ്ടെങ്കിൽ കൂടുതൽ നെല്ലുണ്ടാവും. നമുക്കറിയാം പത്തായം നെല്ല് സംഭരിക്കാനായി ഉപയോഗിക്കുന്ന ഒരു പെട്ടിയാണ് പത്തായം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ നെല്ലുണ്ടെങ്കിൽ ആ നെല്ല് സംഭരിക്കാനായുള്ള പത്തായം വേണ്ടി വരും. അപ്പോൾ പണ്ട് കാലത്തൊക്കെ പണക്കാർ എന്നുള്ള പദത്തെ കണ്ടിരുന്നത് കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നയാൾ, അപ്പോൾ അയാൾക്കായിരിക്കുമല്ലോ കൂടുതൽ പൈസ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ. ഈ പത്തായം എന്നുള്ള പദം എവിടെ നിന്ന് വന്നു നമുക്ക് നോക്കാം. പത്തായ എന്ന് പറയുന്ന പോർച്ചുഗീസ് ലാംഗ്വേജിൽ നിന്നാണ് പത്തായം എന്നുള്ള പദമുണ്ടായത്. അതായത് ലോകത്തെമ്പാടും കപ്പലോട്ടം നടത്തുന്ന പോർച്ചുഗീസുകാർ അവർ തങ്ങളുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സംഭരണ പെട്ടിയെ വിളിച്ചിരുന്ന പേരാണ് പത്തായ എന്നുള്ളത്. പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്ന് കാലുകുത്തി കഴിഞ്ഞപ്പോൾ ഈ പദവും ആ കൂടെ തന്നെ വന്ന് കാലുകുത്തി എന്ന് വേണം പറയാൻ. എന്നാൽ അൺകൺഫേംഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി കേൾക്കുന്നുണ്ട്. അതായത് പത്ത് എന്ന് പറഞ്ഞാൽ നിലമെന്നും ആയം എന്ന് പറഞ്ഞാൽ വരവ് എന്നാണ് പഴന്തമിഴിൽ അർത്ഥമാക്കുന്നത്. പഴന്തമിഴ് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തോളം അല്ലെങ്കിൽ അതിലുപരിയായി ഉണ്ടായിരുന്ന ഒരു പ്രാചീന ഭാഷയാണ്. ചില കൺഫർമേഷൻ ഇല്ലാത്ത സോഴ്സുകളിൽ ഇത് പഴന്തമിഴിൽ നിന്ന് വന്നെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല പത്തായം എന്ന പദത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ഉപയോഗ രീതിയുമൊക്കെ. ഓക്കെ, ഇനി നാളത്തെ പദം. നമുക്കറിയാം സർക്കാർ അത് ചെയ്തു, സർക്കാർ പാലം പണിതു, സർക്കാരിൻ്റെ നയം ശരിയല്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ സർക്കാർ എന്നുള്ള പദം എവിടെ നിന്നാണ് വന്നത് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് നാളെ നോക്കാം.